സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ബിഷപ്പ് മാർ റാഫേൽ പിതാവേ, അഭിമന്യ ജോർജ് പുന്നക്കുട്ടി പിതാവേ, ബഹുമാനപ്പെട്ട വൈദികനെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മളിപ്പോൾ ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ റാഫേൽ പിതാവിന് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം നാം ഇന്ന് ഇവിടെ നൽകുകയാണ്. പിതാവ് പല സമയത്തും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, എങ്കിലും ഔദ്യോഗികമായിട്ട് രൂപതയിലെ സ്വീകരണം ഇതുവരെ നൽകിയിട്ടില്ലായിരുന്നു. ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിനെ നമ്മുടെ രൂപതയിലേക്ക് സ്വീകരിക്കുകയാണ്. പിതാവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും മാധ്യമങ്ങളിലൂടെയും നേരിട്ടും പിതാവിനെ പരിചയമുള്ളതാണ്. എങ്കിലും അല്പം പരിചയപ്പെടുത്തുന്നതായിരിക്കുമല്ലോ. 1956 ഏപ്രിൽ 21 ജനിച്ചത്. ഇന്നലെ ജന്മദിനം ആഘോഷിച്ച അവസരമായിരുന്നു. 68 വയസ്സ് പൂർത്തിയായ ഇന്നലെയാണ്. ആദ്യമായി തന്നെ ജന്മദിനത്തിന്റെ ആശംസകൾ പിതാവ് നേടുകയാണ്. പിതാവിന്റെ പൗരോഹിത്യപ്പെട്ട സ്വീകരണം 1980 ഡിസംബർ 21 പിന്നീട് പല സ്ഥലങ്ങളിലും ശുശ്രൂഷ ചെയ്തു. വളരെ പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. മേരി മാതാ മേജർ സെമിനാരിയുടെ ആരംഭം മുതൽ അവിടെ റെക്ടറായിരുന്നു. ദീർഘനാൾ അവിടെ ശുശ്രൂഷ ചെയ്തു. പിന്നീട് 2010 ഏപ്രിൽ 10 തൃശ്ശൂർ അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പായിട്ട് സഹായത്താനായിട്ട് അഭിഷിക്തനാകുന്നത്. അതിനുശേഷം 2014 മുതൽ സീറോ മലബാർ പ്രവാസികളുടെ, ഇന്ത്യക്ക് പുറത്തുള്ള സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 2017 ഒക്ടോബർ 10 ശംഷാബാദ് രൂപത സ്ഥാപിതമാകുകയും അതിൻ്റെ പ്രഥമ മെത്രാനായി അഭിമന്യ പിതാവ് അഭിഷിക്തനാകുകയും ചെയ്തു. അതിനുശേഷം ശംഷാബാദ് രൂപത നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയാണ്. 24 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടതാണ് ആ രൂപതയുടെ അതിർത്തി. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ രൂപത, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രൂപത എന്ന് പറയാം ശംഷാബാദ് രൂപത. ആ രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന അവസരത്തിലാണ് 2024 ജനുവരി 9 സീറോ മലബാർ സഭയുടെ മേജർ ബിഷപ്പായിട്ട് പിതാവിനെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം സ്ഥാനാരോഹണം 2024 ജനുവരി 11 സ്ഥാനാരോഹണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പരിചയമുള്ളതാണ്, അറിയാവുന്നതാണ്. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിതാവിൻ്റെ മോട്ടോ ടു ബി ബ്രോക്കൺ ആൻഡ് ഗിവൺ, മുറിക്കപ്പെട്ട് നൽകപ്പെടുക എന്നുള്ളതാണ്. തൻ്റെ ജീവിതം മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് പിതാവ് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മുടെ രൂപതയുമായി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ രൂപത വൈദികർക്ക് പിതാവ് ധ്യാനം നടത്തിയിട്ടുണ്ട്, വാർഷികധ്യാനം നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ രൂപതയിലെ അച്ഛന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധം ഉണ്ട് എന്നുള്ള സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഒത്തിരിയേറെ ജനങ്ങളുമായിട്ട്, നമ്മുടെ ഈ രൂപത അംഗങ്ങളായ അനേകം പേരുമായിട്ട് നല്ല ബന്ധമുണ്ട്. സെമിനാരിക്കാർക്ക് ധ്യാനം കൊടുക്കുന്ന അവസരത്തിലൊക്കെ നമ്മുടെ കുട്ടികളും ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ സെമിനാരിക്കാരെയും വൈദികരെയൊക്കെ ധ്യാനിപ്പിക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ മിഷണറിമാരായിട്ടുള്ള
ആളുകൾ, അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ശംഷാബാദ് രൂപതയിൽ ആ പ്രദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും അന്മായ സഹോദരി സഹോദരന്മാരൊക്കെ പിതാവുമായി നല്ല ബന്ധത്തിൽ കഴിയുന്ന ആളുകളാണ്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവെന്ന നിലയിൽ 35 രൂപതകൾ സീറോ മലബാർ സഭയിലുണ്ട്. ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ, യൂറോപ്പിന് വേണ്ടിയുള്ള ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ സീറോ മലബാർ സഭയുടെ അംഗങ്ങളുണ്ട്. 50 ലക്ഷം കത്തോലിക്കര് സീറോ മലബാർ സഭയിലുണ്ട്. ഈ 50 ലക്ഷം കത്തോലിക്കരുടെയും തലവനാണ്, സഭാ തലവനാണ് അഭിമന്യ റാഫേൽ പിതാവ്. 2764 ഇടവകൾ സീറോ മലബാർ സഭയ്ക്കുണ്ട്. 8,67,000 കത്തോലിക്ക കുടുംബങ്ങൾ ഈ സീറോ മലബാർ സഭയുടേതായിട്ടുണ്ട്. കൂടാതെ 5300ഓളം രൂപതാ വൈദികര്, 5400 പരം സമർപ്പിത സന്യാസ വൈദികര്, 5000 കൂടുതൽ വൈദികര്, സീറോ മലബാർ സഭയിൽപ്പെട്ട വൈദികര് ലത്തീൻ രൂപതകളിൽ ജോലി ചെയ്യുന്നു. ഏതാണ്ട് 15,000ഓളം വൈദികര് സീറോ മലബാർ സഭയിലുണ്ട്. ഈ വൈദികരുടെയൊക്കെ തലവനെന്ന നിലയിൽ നമ്മെ നയിക്കുന്ന അഭിമന്യ പിതാവാണ്. 36,000 സിസ്റ്റം റിലീജിയസ് സിസ്റ്റേഴ്സ് നമ്മുടെ സഭയിലുണ്ട്. കൂടാതെ 2,400ഓളം മേജേഴ്സ് ജനിക്കാർ നമ്മുടെ സീറോ മലബാർ സഭയിലുണ്ട്. അപ്പോൾ സീറോ മലബാർ സഭ ആഗോള തലത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന രംഗത്ത് പിതാവാണ് ഈ സഭയെ നയിക്കുന്നത്. പിതാവിനോടൊപ്പം മറ്റ് പിതാക്കന്മാര്, വൈദികര്, സമർപ്പിതര്, അൽമായ ശുശ്രൂഷകൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വ്യക്തി എന്ന് പറയാം. കാരണം പൗരസ്ത്യ സഭകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഉക്രൈനിയൻ സഭയാണെങ്കിലും സീറോ മലബാർ സഭയാണ് ഏറ്റവും സജീവമായിട്ടുള്ള പൗരസ്ത്യ സഭ. ലത്തീൻ സഭകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് യുക്രൈനിയൻ സഭയാണ്. പക്ഷേ സീറോ മലബാർ സഭയാണ് ഏറ്റവും സജീവമായിട്ട് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സഭ. അപ്പോൾ ആ സഭയുടെ തലവൻ നിലയിൽ നമ്മോടുകൂടെ അഭിമന്യ റാഫേൽ പിതാവിൻ്റെ സാന്നിധ്യം ഏറെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ രൂപതയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. പലപ്പോഴും പിതാവ് നമ്മുടെ രൂപതയിലെ പല സ്ഥലങ്ങളിലും വരാറുണ്ട്, വിശുദ്ധി അർപ്പിക്കുന്നുണ്ട്. മേജരായ ശേഷം മാർച്ച് 8-ാം തീയതി തൊടുപുഴ ഡിവൈൻ മേഴ്സി സ്ട്രൈനിലെ വിശുദ്ധി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉയർത്തി തിരുനാൾ ദിവസം, ഈസ്റ്റർ ദിവസം ആരക്കുഴ മേജർ ആർക്കിടെക്ട് സെന്ററിൽ ഇടവക പള്ളിയിൽ വിശുദ്ധയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ രൂപതയിലെ സാന്നിധ്യം കൊണ്ട് ഏറെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന അഭിമന്യ പിതാവ് നമുക്കേറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരവസരമാണ് ഇന്നത്തെ ഈ സന്ദർശനം, അല്ലെങ്കിൽ നമ്മൾ പിതാവിനോടൊക്കുന്ന ഈ സ്വീകരണം. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭ നേരിടുന്ന പ്രതിസന്ധികളിൽ സഭയെ നയിക്കുവാനായി ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ, അനുഗ്രഹപ്രദമായി ഫലപ്രദമായി നിറവേറ്റുവാൻ പിതാവിന് സാധിക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പിതാവിനോടൊപ്പമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിന് വേണ്ടി. അതുകൂടാതെ നാം വ്യക്തിപരമായി പിതാവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ജപമാല ചെല്ലുമ്പോൾ ആ ജപമാല ഒരു രഹസ്യമെങ്കിലും അഭിമന്യ റാഫേൽ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ സഭയെ നേരായ വഴി നയിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ ഈ സന്ദർശനം നമ്മുടെ രൂപതയ്ക്കും ഏറെ അഭിമാനവും സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
പിതാവിനോട് സ്നേഹമുണ്ട്. പിതാവിനോടുള്ള സ്നേഹത്തെയും അതോടൊപ്പം തന്നെ ആദരവിൻ്റെയും ഒരു അടയാളമായിട്ട് പിതാവിന് ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു അംശവടിയാണ്. അംശവടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നയിക്കാനുള്ള വടിയാണ്. തിരുത്താനും നേരെ വഴിയെ അധികങ്ങൾ നയിക്കുവാനുള്ള അതിൻ്റെ അധികാരം നൽകുന്നതായിട്ടാണ് അംശവടി കൊടുക്കുന്നത്. പിതാവിന് ഒരു അംശവടി ഉണ്ട്. അത് പരമ്പരാഗതമായിട്ട് എറണാകുളം അതിനുള്ളിൽ എങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ തടിയിൽ കുത്തിയെടുത്ത ഒരു അംശവടി ഇപ്പോൾ നാം പിതാവിനെ കൊടുക്കുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൂചനയായിട്ടാണ് കൊടുക്കുന്നത്. അത് സ്വീകരിച്ച് പിതാവ് സീറോ മലബാർ സഭയെ ധീരതയോടെ ദൈവത്തിനാനുസരണം നയിക്കുവാൻ ഇടയായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. പിതാവിനോടൊപ്പം അഭിവൃദ്ധിയെ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പമുണ്ട് വൈദികര്, സിസ്റ്റേഴ്സ്, ഇടവകളിൽ വന്ന പ്രതിനിധികൾ, എല്ലാവരെയും മറ്റു വാക്കിലെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.